അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷാസ് ക്രാഫ്റ്റ് ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാനൊരു കുട്ടി വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് പർച്ചേസ് ചെയ്യാൻ പോകുന്നതും പിന്നെ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ നിങ്ങളെ കാണിക്കുന്നതും പിന്നെ ഗിഫ്റ്റ് സെറ്റ് ചെയ്യുന്നതും അങ്ങനെ ചെറിയ ചെറിയ ക്ലിപ്സും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു 5-6 ഓർഡേഴ്സ് അടുപ്പിച്ച് വന്നപ്പം അത് റൂം ക്ലീനാക്കാനും ക്രാഫ്റ്റ് റൂം ക്ലീനാക്കാനൊക്കെ മടിയായിരുന്നു. കാരണം അതിൻ്റെ ബേക്കിലായി അത് പർച്ചേസ് ചെയ്യാൻ പോക്കും അങ്ങനത്തെ കുറേ അതിൻ്റെ തിരക്കിലായിട്ട് ക്ലീനാക്കലേ ഇല്ലായിരുന്നു. അപ്പം ഇന്ന് ഒന്ന് സമയം കിട്ടിയിട്ട് നമ്മൾ എല്ലാം ക്ലീനാക്കലാണ് ഈ കാണുന്നത്. ബോക്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ ഓരോ സാധനം അതിൻ്റേതായ പ്രോപ്പർ സ്ഥലത്തേക്ക് വെച്ചിട്ട് ഒരുക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ക്രാഫ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാനൊക്കെ പോകുമ്പം നമ്മൾ അടുത്ത് എന്ത് സാധനം ഉണ്ടെങ്കിൽ തന്നെ നമ്മളെന്തായാലും എന്തെങ്കിലും കാണുമ്പം അത് വാങ്ങിച്ച് വെക്കും. മണി സേവ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതലും നമ്മൾ ക്രാഫ്റ്റ് ഐറ്റംസ് കാണുമ്പം പെട്ടെന്ന് അത് വാങ്ങും. അപ്പം ആ കൂട്ടത്തിലാണ് ഞാനുള്ളത്. അപ്പം ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്. പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിലാണ് പോയത്. ഷർട്ട് അവിടെ നിന്നായിരുന്നു എടുക്കേണ്ടത്. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഗിഫ്റ്റ് ബോക്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് വന്ന് എൻ്റെ അടുത്ത് വരുന്ന ഒട്ടുമിക്ക കസ്റ്റമറും ചോദിക്കുന്നതാണ് നെയിം വാലറ്റ് അവൈലബിൾ ആണോ എന്ന്. അപ്പോൾ നെയിം വാലറ്റ് എൻ്റെ അടുത്ത് അവൈലബിൾ അല്ല. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന വാലറ്റ് ഇതാണ്. കാർഡ് ടൈപ്പ് വാലറ്റാണ് ഞാൻ സജസ്റ്റ് ചെയ്യൽ. അവർക്ക് ഇഷ്ടാവും ചെയ്യും. അങ്ങനെ കുറേ ഓർഡേഴ്സ് എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫ്രെയിമും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യലാണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ച് വെച്ച ഫ്രെയിമും പിന്നെ കുറച്ച് ബോക്സാണ് ഇവിടെ ഇങ്ങനെ നിരത്തി വെക്കുന്നത്. ഈ ലവ് ഷേപ്പുള്ള ബോക്സ് എൻ്റെ അടുത്ത് നിന്ന് അധികവും സെയിൽ ചെയ്യുന്ന ബോക്സാണ്. എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടമാവുന്ന ബോക്സാണ്. ഇത് നമുക്ക് ടോട്ടൽ 3 എണ്ണം സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ട കുറച്ച് ചോക്ലേറ്റും ഓൾറെഡി എൻ്റെ അടുത്ത് കുറച്ച് ചോക്ലേറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ചോക്ലേറ്റും കൂടി ഞാൻ വാങ്ങിച്ചു വെച്ചായിരുന്നു. പിന്നെ ഫ്രെയിമാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ആ ഫ്രെയിം സെറ്റിംഗ് എല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ ചോക്ലേറ്റ് ഒരു ഹാമ്പറിലാക്കലാണ്. അപ്പം ഞാൻ ആദ്യം സ്ക്വയർ ടൈപ്പ് ഹാമ്പറാണ് എടുത്തത്. പക്ഷെ അതിൽ സെറ്റ് ചെയ്തിട്ടൊന്നും ഒരു രസം കിട്ടാത്തപ്പം ഞാൻ ലവ് ഷേപ്പ് തന്നെ എടുത്ത് ലാസ്റ്റ് ലവ് ഷേപ്പിൽ സെറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സെറ്റ് ചെയ്യാനുള്ളത് വേറൊരു ഹാർട്ട് ഷേപ്പ് ബോക്സ് തന്നെയായിരുന്നു. അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഷർട്ടും പിന്നെ ചോക്ലേറ്റും ഫ്ലവറും ഒരു വിഷ് കാർഡുമാണ്. അപ്പം രണ്ടും സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അതൊക്കെ കഴിഞ്ഞ ഒരു ഈവനിങ് ആയപ്പോൾ ഒരു ചെറിയൊരു ട്രിപ്പ് പോലെ നമ്മൾ സൈലനൂത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ഖരീഫിൻ്റെ സീസൺ ആരംഭിച്ച് അപ്പം എല്ലാ സ്ഥലവും കാണാനും കറങ്ങാനും ഒക്കെ നല്ല രസമാണ്. നല്ല മഞ്ഞും കാര്യങ്ങളായിട്ട് അടിപൊളിയാണ് കോടലായിട്ട്. അപ്പം നല്ല രസമാണ് യാത്ര ചെയ്യാനായാലും. അങ്ങനെ ചെറിയൊരു യാത്ര ചെയ്ത് പിന്നെയും തിരിച്ച് റൂമിലെത്തി. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ഒരു ചെറിയൊരു ട്രിപ്പിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.